മേയർ ഡ്രൈവർ തർക്കം അതങ്ങനെ ഇങ്ങനെയൊന്നും മലയാളികൾക്ക് മറക്കാൻ കഴിയുന്ന സംഭവമേ അല്ല. അതിനകത്തെ മെമ്മറി കാർഡായിരുന്നു എല്ലാത്തിന്റെയും ദൃക്സാക്ഷി. അതും നഷ്ടമായി. ഇപ്പോൾ കൃത്യമായ കാര്യങ്ങൾ പ്രതികരണവുമായി വരികയാണ് കെ ബി ഗണേഷ് കുമാർ ഈ ഒരു വിഷയത്തിൽ. മേയർ ഡ്രൈവർ തർക്കത്തിൽ KSRTC ബസ്സിലെ മെമ്മറി കാർഡ് നഷ്ടപ്പെട്ട വിഷയത്തിൽ പ്രതികരണവുമായി ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ. മെമ്മറി കാർഡ് നഷ്ടപ്പെട്ട സംഭവം KSRTCയുടെ അന്വേഷണത്തിൽ കണ്ടെത്താനാകില്ല. അതൊരു മോഷണ കേസാണ്. മോഷണ കേസ് അന്വേഷിക്കാൻ KSRTCക്ക് സംവിധാനമില്ല എന്നും കെ ബി ഗണേഷ് കുമാർ വ്യക്തമാക്കുകയാണ്. മെമ്മറി കാർഡ് നഷ്ടപ്പെട്ടതിൽ പോലീസിൽ അന്ന് തന്നെ CMD പരാതി നൽകിയിട്ടുണ്ട്. പരാതിയിന്മേൽ അന്വേഷണം നടക്കുന്നുണ്ട്. പോലീസിന്റെ മറുപടി കിട്ടിയ ശേഷം മറ്റു വിവരങ്ങൾ വ്യക്തമാകുമെന്നും മന്ത്രി പ്രതികരിച്ചിരുന്നു. പോലീസിന് മാത്രമേ മോഷണം അന്വേഷിക്കാൻ കഴിയൂ. പോലീസ് കണ്ടുപിടിക്കുമെന്നാണ് തന്റെ പ്രതീക്ഷയെന്നും മന്ത്രി പറയുന്നു. വൈഫൈ ഉപയോഗിച്ച് ബസ്സുകളിലെ ക്യാമറ കാസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചുവെന്നും അദ്ദേഹം പറയുന്നുണ്ട്. KSRTC ഹെഡ് ഓഫീസിലേക്ക് വിഷ്വലുകൾ വരും. എന്ത് പരാതിയും നേരിട്ട് കാണാൻ കഴിയും. പുതിയ പ്രീമിയം ബസ് ഇതിന്റെ ട്രയൽ നടത്തും. KSRTCയിൽ സൂപ്പർ കമ്പ്യൂട്ടറൈസേഷൻ നടപ്പാക്കും. ബസ് തടഞ്ഞ് നിർത്തുകയോ കൈകാര്യം ചെയ്യുകയോ ചെയ്യരുത്. KSRTC ജീവനക്കാരെ അടിക്കരുത്. ജനങ്ങൾ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യേണ്ട. അത് ഗതാഗത വകുപ്പ് കൈകാര്യം ചെയ്തുകൊള്ളും. യാത്രക്കാർക്ക് പരാതി ഉണ്ടെങ്കിൽ വീഡിയോ എടുത്ത് അയക്കാമെന്നും ഇതിനായി വാട്സ്ആപ്പ് നമ്പർ പ്രസിദ്ധീകരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. ഇത് കൃത്യമായും മേയർ ആര്യ രാജേന്ദ്രനിട്ടുള്ള വിമർശനം തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയമില്ല. കാരണം അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്, KSRTC ബസ് തടയരുത്, കൈകാര്യം ചെയ്യരുത്, അതിക്രമിച്ച് ബസ്സിനകത്ത് കയറാൻ പാടില്ല. എന്തെങ്കിലും വിരോധം അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഡ്രൈവറിന് മേലോ കണ്ടക്ടറിന് മേലോ കൈവയ്ക്കാനോ അല്ലെങ്കിൽ ധിക്കരിച്ച് സംസാരിക്കണോ അല്ലെങ്കിൽ അത്തരം മോശമായ പെരുമാറ്റം ഉണ്ടാകാൻ പാടില്ല. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വീഡിയോ എടുക്കുക. അതുപോലെ തന്നെ അത് വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട്, ആ വാട്സ്ആപ്പ് ഗ്രൂപ്പിലേക്ക് അയക്കുക. അല്ലെങ്കിൽ വാട്സ്ആപ്പ് നമ്പർ പ്രസിദ്ധീകരിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ അയക്കാം. ബാക്കി എല്ലാ കാര്യങ്ങളും KSRTC നോക്കിക്കോളും. അല്ലാതെ ആരും പൊതുജനമോ ആരായിരുന്നാലും നിയമം കയ്യിലെടുത്തുകൊണ്ടുള്ള ഗുണ്ടായ വിളയാട്ടമൊന്നും നടുറോഡിൽ വേണ്ട എന്നുള്ള ധ്വനിയിൽ തന്നെയാണ് മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ പ്രതികരണം ഉണ്ടായിരുന്നത്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഈ ഒരു വിഷയത്തിൽ എന്താണ് ഇനിയുള്ള പോം വഴി എന്ന് എല്ലാവരും ചർച്ച ചെയ്തിരുന്നു. തലങ്ങും വിലങ്ങുമാണ് പലതരത്തിൽ ഈ ഒരു ചർച്ച അല്ലെങ്കിൽ ഈ ഒരു വാർത്ത പോയിരുന്നത്. എന്തായാലും നിലവിൽ ഈ യദുവിന്റെ ഭാഗത്തുള്ള തെറ്റില്ലായ്മ അത് തെളിയിക്കണമെങ്കിൽ മെമ്മറി കാർഡ് തന്നെ വേണ്ടി വരുമെന്ന് യദു പറഞ്ഞിരുന്നു. പക്ഷേ അതിപ്പോൾ വലിയ കഷ്ടകാലത്ത് നമുക്ക് അറിയാം, എത്ര ഇനി അന്വേഷിച്ചാൽ അത് കിട്ടാൻ പോകുന്നില്ല എന്ന് തന്നെയാണ് എല്ലാവരും വിശ്വസിക്കുന്നത്. പക്ഷെ അത് ലഭിക്കുക തന്നെ ചെയ്യുമെന്നാണ് കെ ബി ഗണേഷ് കുമാർ പറയുന്നത്. എന്തായാലും നിലവിൽ ഈ മേയർക്കിട്ട് ഒരു കുത്ത് മന്ത്രിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉണ്ടാവുന്നത്. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഇപ്പോഴും യദുവിന് ജോലിയില്ലാതെ വരുമാനമില്ലാതെ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് യദുവിന് ഇപ്പോഴും ഉള്ളത്.